മൈസൂർ പാലസിലേക്കുള്ള യാത്രയിലാണ്. അതിരാവിലെ തന്നെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. കേട്ട അറിവുകളും കണ്ട കാഴ്ചകളും കാണാനുള്ള ആകാംക്ഷയിൽ മൈസൂർ പാലസിനെ ലക്ഷ്യമാക്കി നടന്നു. മൈസൂർ പാലസിൻ്റെ ഒരു വശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗോപുരമാണ് കാണാൻ അതിമനോഹരമാണ്. വൃത്തിയുള്ള നടപ്പാതയിലൂടെ മൈസൂർ പാലസിൻ്റെ മുൻവശത്തെത്തി. ഇന്ത്യൻ ഗേറ്റിനോട് സാമ്യമുള്ള അതിമനോഹരമായ കവാടം. ടിക്കറ്റ് എടുത്ത് മൈസൂർ പാലസിനകത്തളത്തിലേക്ക് പ്രവേശിച്ചു. അതിമനോഹരമായി സംരക്ഷിച്ചിട്ടുള്ള പുറംഭാഗം. ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത മൈസൂർ പാലസിനെ ഫോൺ ചരിച്ച് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള അതിമനോഹരമായ അത്ഭുതങ്ങൾ. ഒരു വശത്ത് രാജപ്രൗഢിയെ വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കൾ. വർണ്ണിക്കാൻ വാക്കുകളോ ഉപമിക്കാൻ മറ്റൊന്നില്ലാത്തതോ ആയ മൈസൂർ പാലസിന് മാത്രം അവകാശമുള്ള അതിമനോഹരമായ കൂറ്റൻ തൂണുകൾ. കൊത്തുപണിയുടെ ഉദ്ഭവസ്ഥാനം എന്ന് തോന്നിപ്പോകുന്ന അതിമനോഹരമായ വാതിലുകൾ. കണ്ണെത്താ ദൂരം നീണ്ടു നിവർന്നു കിടക്കുന്ന അതിമനോഹരമായ നടപ്പാതകൾ. എന്തുകൊണ്ടും സമ്പുഷ്ടമാണ് മൈസൂർ പാലസ്. വന്ന വഴിത്താരകൾ ഓരോന്നുമായി ചിത്രത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രകലാരംഗത്തും അക്കാലത്തുള്ളവർ എത്രമാത്രം പ്രാവീണ്യം നേടിയിരുന്നു എന്നുള്ളത് കൊട്ടാരത്തിൽ സംരക്ഷിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. മറ്റുള്ളവർ സമ്മാനിച്ചതും കൊട്ടാരത്തിൻ്റെ തനതായതും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒട്ടനേകം അനവധിയായ നിധിപ്പെട്ടികൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഇത് വളരെ മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ളതും സംരക്ഷിച്ചിട്ടുള്ളതും പൊതുജനങ്ങൾക്കായി വളരെ യുക്തിപൂർവ്വം പ്രദർശിപ്പിച്ചിട്ടുള്ളതും വളരെ നല്ല രീതിയിലാണ്. ചായക്കൂട്ടുകളാലും വാസ്തുവിദ്യയാലും നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അവിടുത്തെ പടുകൂറ്റൻ തൂണുകൾ. ഒരു കോണിൽ നിന്ന് നോക്കിയാൽ മറ്റേ കോൺ കാണാത്ത രീതിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന വഴിത്താരകൾ. അതുപോലെ തന്നെ അതിമനോഹരമായ നടുമുറ്റം. കാഴ്ചയിൽ ഒരു പഴമയെ വിളിച്ചോതുന്നതും എന്നാൽ അതിമനോഹരവുമായി സജ്ജീകരിച്ചിട്ടുള്ള വാസ്തുവിദ്യകളാണ് മൈസൂർ പാലസിൻ്റേത്. ഇപ്പോഴും തറയിൽ പതിപ്പിച്ചിരിക്കുന്ന ടൈലുകൾക്ക് യാതൊരു തരത്തിലുള്ള പഴമയുടെ ജലനിരകൾ ബാധിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലും മൈസൂർ പാലസിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നാണ് അവിടുത്തെ കണ്ണാടികൾ. പ്രതിഫലനത്തിൽ ഒട്ടും തന്നെ മോശമല്ലാത്ത അതിമനോഹരമായ കണ്ണാടികൾ. വെള്ളി ലോഹങ്ങളാൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള സിംഹാസനങ്ങൾ. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള മച്ചുകളുടെ മറ്റൊരു പ്രധാന അലങ്കാരമാണ് കൊത്തുപണികൾ. അതിവിദഗ്ധമായും അതിസമ്പൂർണമായും ചെയ്തിട്ടുള്ള കണ്ണുകൾക്ക് കുളിർമയേകുന്ന അതിമനോഹരമായ മച്ചുകൾ. ഓരോ വാതിലിനും മുകളിലായി നിർമ്മിച്ചിട്ടുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ശില്പങ്ങളാണ്. ഒന്ന് സ്വാമിയാണെങ്കിൽ മറ്റൊന്ന് ഗണപതിയാണ്, മറ്റൊന്ന് ദേവിയാണ്. ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തലിൽ മൈസൂർ പാലസ് ഒട്ടും തന്നെ പിറകിലല്ല. വാതിലിലുള്ള കൊത്തുപണികൾ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. വളരെ ചെറിയ രീതിയിലുള്ള പണിയിൽ പോലും കൃത്യമായ കൃത്യത പുലർത്തി എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓരോ പടവുകൾ ഇറങ്ങുമ്പോഴും ഇനി കാണാൻ പോകുന്ന കാഴ്ചകളുടെ അത്ഭുതമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ഒരു വശത്തായി കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന അതിമനോഹരമായ വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. പലതരത്തിലുള്ള പല രീതിയിലുള്ള വസ്തുക്കൾ, അതിമനോഹരമായ ശില്പങ്ങൾ, പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ചതുപോലുള്ള അതിമനോഹരമായ ശില്പങ്ങൾ. ഒരു പക്ഷേ എൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞതും മനസ്സിൽ രേഖപ്പെടുത്തിയതുമായ ഒന്നാണ് സ്വർണത്തിൽ നിർമ്മിച്ച ഈ രഥം.
മുകളിലേക്കുള്ള പടവുകളാണ് വെണ്ണക്കല്ലിൽ തീർത്തതുപോലുള്ള സ്തൂപങ്ങൾ. ഇത്ര ചെറിയ സ്തൂപങ്ങളിൽ പോലും അതിമനോഹരമായ രീതിയിലുള്ള കൊത്തുപണികൾ. ഓരോന്നിലും നിരവധിയായ പ്രാവുകളാലാണ് കൊത്തുപണി അലങ്കൃതമാക്കിയിരിക്കുന്നത്. പടവുകൾ കയറി നമ്മളെ കാത്തിരിക്കുന്നത് അതിവിശാലമായ തൂണുകളാൽ നിർമ്മിതമായ ഒരു ഹാളാണ്. നിരവധി എണ്ണിയാൽ തീരാത്ത നിറച്ചാർത്തുകളാൽ മനോഹരമായ അതിവിശാലമായ ഒരു ഹാളാണിത്. ഒരുപക്ഷെ രാജാവും രാജ്യത്തെ പ്രജകളും കണ്ടുമുട്ടുമ്പോൾ തങ്ങൾക്ക് അഭിമുഖ സംഭാഷണം നടത്തുന്നത് ഇവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കൊട്ടാരത്തിൻ്റെ മുഗൾ ചിത്രപ്പണികൾ ഒട്ടും തന്നെ മോശമല്ല. അതിമനോഹരമായ രീതിയിൽ ചിത്രകലകളാൽ സമ്പുഷ്ടമാണ് കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗങ്ങളും. ഈ ഭാഗം തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നതായി കാണാം. ഏതൊരു വ്യക്തിയെയും അത്ഭുതപ്പെടുത്തുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ അതിമനോഹരമായ സ്ഥലമാണ് ഇവിടം. ഇവിടെയുള്ള കണ്ണാടികൾ വലുപ്പത്തിലും ഭീമാകാരന്മാരാണ്. കൂടാതെ ഒട്ടും തന്നെ പഴമയുടെ പഴമ പൂശാതെ നിൽക്കുന്നു. പല ഇടങ്ങളിലേക്കുമുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. കാരണം പഴമയുടെ പേശലുകൾ പറ്റിക്കാണണം. എന്നാലും വളരെയേറെ സങ്കടം തോന്നിപ്പോയി. കാരണം കണ്ടതിൽ വലിയ അത്ഭുതങ്ങളും മിക്കവാറും അതിനുള്ളിലായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. കൊത്തുപണികൾ എന്നെ ആകർഷിച്ചു കൊണ്ടിരുന്നു. നിരവധിയായ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം കയറുകൾ ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഏറ്റവും അതിമനോഹരമായ ഭാഗമായിരുന്നു നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിൽ തീർത്തതുപോലെ എന്നാൽ അതിമനോഹരമായ ഒരു ഒത്തുചേരൽ മുറി. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള മച്ചുകൾ ഒരേ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നവയാണ്. അതിമനോഹരവും കാഴ്ചയിൽ കുളിർമയും ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സലിപ്പിക്കുന്നതുമായിരുന്നു. ഈ വഴിയിലൂടെ നമുക്ക് താഴേക്ക് പ്രവേശിക്കാം. ഈ കവാടം സമ്പൂർണ്ണമായി സംരക്ഷിച്ചിരിക്കുന്നു. ചിത്രപ്പണികൾ മാഞ്ഞു പോകാതിരിക്കാനാകാം. ഈ പടവുകൾ താണ്ടി താഴെ നിലയിലേക്ക് എത്തിയാൽ മൈസൂർ പാലസ് എന്ന മഹാ അത്ഭുതം ഇവിടെ അവസാനിക്കുകയാണ്. അക്കാലത്തെ മൈസൂർ കൊമ്പന്മാർ അണിഞ്ഞിരുന്ന ആടയാഭരണങ്ങളാണ് കാണുന്നത്. അതിമനോഹരവും വളരെ നല്ല രീതിയും സംരക്ഷിച്ചു പോന്നിരിക്കുന്നു. മൈസൂർ പാലസ് എന്ന മഹാ അത്ഭുതം കണ്ട് ഞങ്ങൾ യാത്രയായി.